പുറത്താക്കപ്പെട്ട സിറിയൻ പ്രസിഡന്റ് ബഷർ അൽ അസദും കുടുംബവും റഷ്യയിൽ. റഷ്യൻ ഔദ്യോഗിക മാധ്യമം ഇക്കാര്യം സ്ഥിരീകരിച്ചു കഴിഞ്ഞു. ഇവർക്ക് റഷ്യ രാഷ്ട്രീയ അഭയം നൽകിയേക്കും എന്നുള്ളതാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. അതേസമയം ഡമാസ്കസിലെ പ്രധാന സുരക്ഷാ സമുച്ചയത്തിന് നേരെ ഇസ്രായേൽ വ്യോമാക്രമണം നടത്തുകയുണ്ടായി. സിറിയയുടെ നിയന്ത്രണം ഏറ്റെടുത്ത ഭീകരർ ഡമാസ്കസിൽ കർഫ്യൂവും പ്രഖ്യാപിച്ചു കഴിഞ്ഞു. അസദിന്റെ സ്വകാര്യ വസതി ജനങ്ങൾ കൊള്ളയടിച്ചു എന്നുള്ള വാർത്ത കൂടി വരുന്നു. എന്തായാലും അസദ് ഭരണകൂടത്തിന്റെ പതനം ചരിത്രപരമായ വീഴ്ചയെന്നാണ് US പ്രസിഡന്റ് ജോ ബൈഡൻ പ്രതികരിച്ചത്. പശ്ചിമേഷ്യയ്ക്ക് ഇത് ചരിത്ര ദിനമെന്നാണ് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവിന്റെ പ്രതികരണം. ഐസൻ ജോസഫ് വിവരങ്ങളുമായി ചേരുന്നു. ഐസൻ, ഈ ബഷർ അൽ അസാദിന് രാഷ്ട്രീയ അഭയം നൽകുമെന്ന വിവരം റഷ്യ ഔദ്യോഗികമായി പ്രഖ്യാപിച്ചോ? നിലവിൽ രാഷ്ട്രീയ അഭയം നൽകുമെന്ന ആ ഒരു നിലപാട് റഷ്യ ഔദ്യോഗികമായി ഇതുവരെ പ്രഖ്യാപിച്ചിട്ടില്ല. എന്നാൽ മോസ്കോയിൽ അദ്ദേഹം എത്തിയിട്ടുണ്ട് എന്ന പ്രഖ്യാപനമാണ് ഇന്നലെ ഔദ്യോഗികമായി രാത്രി വൈകി നടന്നത് എന്നതാണ് യാഥാർത്ഥ്യം. നേരത്തെ ഞാൻ സൂചിപ്പിച്ചതുപോലെ ഇത്തരത്തിലൊരു രാഷ്ട്രീയ അഭയം നൽകാനുള്ള ഒരു പശ്ചാത്തലം ഉണ്ടായത് നമുക്ക് നേരത്തെ അറിയാവുന്നതാണ്. സിറിയയിലെ ഈ വിമത നീക്കങ്ങളെല്ലാം നടന്നതിനെ തുടർന്ന് അദ്ദേഹത്തിന് അവിടെ നിന്ന് രക്ഷപ്പെടേണ്ട സാഹചര്യം ഉണ്ടാവുകയും അവിടെ നിന്ന് വിമാനത്തിൽ മോസ്കോയിൽ എത്തുകയാണ് ഉണ്ടായത്. അതിനിടെ ചില അഭ്യൂഹങ്ങളൊക്കെ പ്രചരിച്ചു എങ്കിൽ കൂടി നിലവിൽ റഷ്യയിലുണ്ട്, മോസ്കോയിൽ അദ്ദേഹം എത്തിയിട്ടുണ്ട് എന്നാണ് റഷ്യ സ്ഥിരീകരിക്കുകയും ചെയ്യുന്നത്. റഷ്യ രാഷ്ട്രീയ അഭയം നൽകിയേക്കുമെന്ന സൂചന നേരത്തെ തന്നെ വന്നിരുന്നു. അത്തരത്തിൽ രാഷ്ട്രീയ അഭയം നൽകുന്നത് സംബന്ധിച്ച് ഒരു ഔദ്യോഗിക പ്രഖ്യാപനമോ അല്ലെങ്കിൽ നൽകുമെന്ന ഒരു വാഗ്ദാനം ഔദ്യോഗികമായി അറിയിക്കുകയോ ചെയ്തിട്ടില്ല ഇതുവരെ. എങ്കിലും രാഷ്ട്രീയ അഭയം നൽകിയേക്കുമെന്ന സൂചനകൾ തന്നെയാണ് നിരീക്ഷകരെല്ലാം തന്നെ ചൂണ്ടിക്കാണിക്കുന്നത് എന്നതും ഒരു യാഥാർത്ഥ്യമാണ്. നേരത്തെ അതിന് സൂചിപ്പിച്ചതുപോലെ അന്താരാഷ്ട്ര തലത്തിൽ വിവിധ തരത്തിലുള്ള പ്രതികരണങ്ങളാണ് ഇത് സംബന്ധിച്ച് ഉണ്ടാകുന്നത്. നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഡൊണാൾഡ് ട്രംപിന്റെ പ്രതികരണം പുറത്തു വന്നിരുന്നു. നേരത്തെ തന്നെ ഡൊണാൾഡ് ട്രംപ് ഇക്കാര്യത്തിൽ അമേരിക്കയ്ക്കോ നിയുക്ത പ്രസിഡന്റിനോ ഇക്കാര്യത്തിൽ യാതൊന്നും ചെയ്യാനില്ല, അവരുടെ വിധി അവർ തന്നെ തീരുമാനിക്കട്ടെ എന്ന നിലപാടിലായിരുന്നു അറിയിച്ചിരുന്നത്. അതുപോലെ തന്നെ ബെഞ്ചമിൻ നെതന്യാഹുവിന്റെ ഭാഗത്തു നിന്നും ഇത്തരത്തിലൊരു നിലപാടുണ്ടായി. നമുക്കറിയാവുന്നതാണ്, ഹിസ്ബുള്ളയുടെ ആക്രമണത്തിന് വേണ്ടി ചില പിന്തുണകളെല്ലാം നൽകിയിരുന്ന ഒരു രാജ്യമായിരുന്നു സിറിയ എന്നൊരു യാഥാർത്ഥ്യം കൂടി നിലനിൽക്കുന്നുണ്ടായിരുന്നു. ഈ ഒരു പശ്ചാത്തലത്തിലാണ് ഗൊലാൻ കുന്നുകളിലൂടെ സിറിയൻ ബഫർ സോൺ എല്ലാം തന്നെ സിറിയയുടെ ഇസ്രായേൽ അതിർത്തിയിലെ ബഫർ സോണുകളിലേക്ക് കടന്നുകയറ്റം നടത്താനുള്ള ഒരു നീക്കം ഇസ്രായേലിന്റെ ഭാഗത്തു നിന്നുണ്ടാവുകയും അത് കർശനമായ ഒരു നീക്കത്തിലൂടെ അത്തരം നടപടികൾ മുന്നോട്ട് പോവുകയും ചെയ്തു. തീർച്ചയായും അതൊരു ചരിത്ര ദിനമെന്ന നിലപാട് ബെഞ്ചമിൻ നെതന്യാഹു പ്രഖ്യാപിക്കുകയും ചെയ്യുന്നുണ്ട്. നിലവിലെ സാഹചര്യത്തിൽ സിറിയയിലെ സംഭവ വികാസങ്ങൾ ഏറെ കടുക്കുകയാണ്. ഡമാസ്കസ് പൂർണ്ണമായും നിയന്ത്രണത്തിലായി കഴിഞ്ഞു. അലിപ്പോ നഗരവും ഹോം നഗരവും അതുപോലെ തന്നെ ഹമ നഗരവും പിടിച്ചെടുത്തു കഴിഞ്ഞു. വീണ്ടും പ്രധാനപ്പെട്ട നഗരങ്ങളിലെല്ലാം തന്നെ പിടിച്ചെടുക്കുന്നതിനുള്ള നീക്കങ്ങൾ പുരോഗമിക്കുന്നു എന്ന വിവരങ്ങളാണ് പുറത്തു വരുന്നത്. അതുപോലെ തന്നെ ഏറെ പ്രാധാന്യത്തോടെ കാണേണ്ട മറ്റൊരു വിഷയം, സിറിയയിലെ ഈ ആഭ്യന്തര വിഷയം ലോകരാഷ്ട്രങ്ങൾ ഒന്നും തന്നെ അത്ര ഗൗരവതരമായി എടുക്കുന്നില്ല. ഒരു പുതിയ സംവിധാനം വരുന്നതിന് വേണ്ടി നേരത്തെ അറിയിച്ചതുപോലെ സിറിയൻ പ്രധാനമന്ത്രി ഒരു പുതിയ സംവിധാനം, തെരഞ്ഞെടുക്കപ്പെട്ട സംവിധാനം വരുന്നതിനെ കാത്തിരിക്കുന്നു എന്ന രീതിയിലുള്ള നിലപാടുകളെല്ലാമാണ് അറിയിച്ചത്. തെരഞ്ഞെടുക്കപ്പെട്ട ഒരു സംവിധാനം വരികയാണെങ്കിൽ വിമതരോ അല്ലെങ്കിൽ ആരായാലും അധികാരം ആരിൽ എത്തുന്നുവോ അദ്ദേഹം ആ അധികാരത്തിലെത്തുന്നവരുമായി സഹകരിക്കാൻ തയ്യാറാണെന്ന നിലപാടാണ് പ്രധാനമന്ത്രി അറിയിച്ചത്. ഈ ഒരു പശ്ചാത്തലത്തിൽ തന്നെയാണ് നിലവിലെ സിറിയയിലെ സംഭവ വികാസങ്ങൾ പുരോഗമിക്കുകയും ചെയ്യുന്നത്. സിറിയയിൽ അടിയന്തരമായ തെരഞ്ഞെടുപ്പ് വേണമെന്നാണ് സിറിയയിലെ നിലവിലെ പ്രധാനമന്ത്രിയുടെ നിലപാട്. ഐസൻ സൂചിപ്പിച്ചതുപോലെ തന്നെ വിമതർ സിറിയ പിടിച്ചടക്കിയപ്പോൾ തന്നെ പ്രധാനമന്ത്രി അത്തരം നിലപാട് സ്വീകരിച്ചിരുന്നു. ജനങ്ങൾ തീരുമാനിക്കുന്ന സർക്കാരുമായി സഹകരിക്കുമെന്നുള്ള ഉറപ്പാണ് പ്രധാനമന്ത്രിയുടെ ഭാഗത്തു നിന്നും ഉണ്ടായത്. എന്തായാലും സിറിയ ഭീകരരുടെ കയ്യിലേക്ക് പൂർണ്ണമായും നീങ്ങുമ്പോൾ അതിലെ മറ്റ് രാഷ്ട്രീയ ചലനങ്ങൾ എങ്ങനെ നമുക്ക് വിലയിരുത്താം ഐസൻ? പ്രത്യേകിച്ച് ബഷർ അൽ അസദിന് റഷ്യ രാഷ്ട്രീയ അഭയം കൂടി കൊടുക്കുകയാണെങ്കിൽ വീണ്ടും ഈ വിഷയത്തിൽ ഏതെങ്കിലും രീതിയിലുള്ള ഒരു ചേരിപ്പോര് ലോകരാഷ്ട്രങ്ങൾക്കിടയിൽ സംജാതമാകാനുള്ള സാധ്യത കാണുന്നുണ്ടോ? രോഹിണി, നിലവിലെ സാഹചര്യത്തിൽ ലോകരാഷ്ട്രങ്ങളുടെ പ്രതികരണങ്ങൾ പരിശോധിക്കുമ്പോൾ ലോകരാഷ്ട്രങ്ങൾ അമേരിക്കയായാലും അതുപോലെ തന്നെ മറ്റു രാജ്യങ്ങളായാലും റഷ്യയായാലും അതുപോലെ തന്നെ പശ്ചിമേഷ്യൻ രാജ്യങ്ങളുടെ നിലപാടുകളായാലും പരിശോധിക്കുമ്പോൾ രണ്ട് ചേരികളായി തിരിയാനുള്ള ഒരു സാധ്യതയില്ല എന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. നേരത്തെ നമുക്കറിയാവുന്നതാണ്, അറബ് രാജ്യങ്ങളും റഷ്യയും ചേർന്ന് സംയുക്തമായ ഒരു പ്രസ്താവന പുറപ്പെടുവിച്ചിരുന്നു. സിറിയയിലെ പ്രശ്നങ്ങൾ അതീവ ഗുരുതരമാണ്, അതിൽ പരിഹാരം കാണേണ്ടതുണ്ട് എന്ന നിലപാട് പ്രഖ്യാപിച്ചിരുന്നു. അതേസമയം തന്നെ അതിനു മുൻപ് തന്നെ അന്റോണിയോ ഗുട്ടറസിന്റെ ഏറ്റവും സുപ്രധാനമായ ഒരു പ്രസ്താവന അല്ലെങ്കിൽ ഒരു ഔദ്യോഗികമായ വീഡിയോ ചാനലിലൂടെ അദ്ദേഹത്തിന്റെ ഒരു പ്രസ്താവന പുറത്തു വന്നിരുന്നു. അതിൽ വളരെ കൃത്യമായി അദ്ദേഹം പറഞ്ഞത് സിറിയയിൽ 15 വർഷത്തോളമായി തുടരുന്ന ഇത്തരം പ്രശ്നങ്ങൾ പരിഹരിക്കേണ്ടതുണ്ട്. ഇത് പരിഹരിക്കാതിരിക്കാനുള്ള സാഹചര്യം ഇനിയില്ല, അത് കൊണ്ടുപോകാനാവില്ല എന്ന നിലപാടാണ് അറിയിച്ചത്. ലക്ഷക്കണക്കിന് മനുഷ്യർ മരിക്കുകയും നിരവധി പേർക്ക് ഗുരുതരമായി പരിക്കേൽക്കുകയും അതുപോലെ തന്നെ സ്വത്തുക്കൾക്ക് നാശനഷ്ടം ഉണ്ടാവുകയും ചെയ്തൊരു പശ്ചാത്തലത്തിൽ ഇത്തരത്തിലൊരു സംഭവ വികാസം പശ്ചിമേഷ്യയിൽ തുടരാൻ അനുവദിക്കാനാവില്ല എന്ന നിലപാട് കൃത്യമായി പറഞ്ഞത് യുണൈറ്റഡ് നേഷൻ സെക്രട്ടറി ജനറൽ മാത്രമാണ്. മറ്റുള്ളവർ അതിനെ
അനുബന്ധമായ മറുപടികൾ പറഞ്ഞുവെങ്കിലും ഒരു നടപടിയിലേക്ക് നീങ്ങുന്ന രീതിയിലുള്ള പ്രതികരണങ്ങൾ മറ്റു രാജ്യങ്ങളുടെ ഭാഗത്തു നിന്നുണ്ടായില്ല എന്നതാണ് ഒരു യാഥാർത്ഥ്യം. മാത്രമല്ല, ഈ സംഭവം ഉണ്ടായതിനു ശേഷം, അതായത് നേരത്തെ നമുക്കറിയാവുന്നതാണ്, തെരഞ്ഞെടുക്കപ്പെടുന്ന സർക്കാരുകൾക്ക് സ്വതന്ത്ര അധികാരത്തോടെ പ്രവർത്തിക്കുന്നതിനുള്ള അനുമതി നൽകുക എന്നതാണ് UN-ന്റെ അല്ലെങ്കിൽ ഐക്യരാഷ്ട്രസഭയുടെ പ്രകാരമുള്ള അടിസ്ഥാന നയം. ആ നയത്തിന്റെ ഭാഗമായി ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ തെരഞ്ഞെടുപ്പിലേക്ക് നീങ്ങണമെന്ന ഒരു നിലപാട് രാജ്യത്തിന്റെ ഭാഗത്തു നിന്ന് ഏതെങ്കിലും ഭാഗത്തു നിന്ന് ഉണ്ടാകുന്ന ഒരു സാഹചര്യം കൂടി ഉണ്ടായപ്പോഴാണ് റഷ്യ ആക്രമണം പോലും നിർത്തിവെച്ചത് എന്നതാണ് ഏറെ ഗൗരവം അർഹിക്കുന്ന ഒരു വിഷയം. ആദ്യത്തെ ദിവസം അലിപ്പോ നഗരത്തിൽ 27-28 ദിവസങ്ങളിൽ അലിപ്പോ നഗരത്തിൽ ആക്രമണം ഉണ്ടായപ്പോൾ റഷ്യയുടെ വ്യോമസേനയുടെ പ്രതികരണം ഉണ്ടായെങ്കിൽ കൂടി പിന്നീട് അങ്ങോട്ട് ഇത്രയും ദിവസങ്ങളായി റഷ്യയുടെ ഭാഗത്തു നിന്ന് കാര്യമായ ഇടപെടൽ ഉണ്ടായില്ല എന്നതാണ് ഏറെ ഗൗരവം അർഹിക്കുന്ന ഒരു വിഷയം. എന്നാൽ ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം സിറിയ ഒരു വെല്ലുവിളിയായി നിലനിൽക്കുന്ന ഒരു രാജ്യം കൂടിയാണ്. അതുകൊണ്ട് തന്നെ ആ രാജ്യത്തിൽ നിന്നും തങ്ങളുടെ രാജ്യത്തെ സുരക്ഷിതമാക്കുന്നതിന് വേണ്ടിയുള്ള ചില നീക്കങ്ങൾ അവരുടെ ഭാഗത്തു നിന്നുണ്ടായി എന്നതും ഒരു യാഥാർത്ഥ്യമാണ്. അത്തരത്തിലുള്ള ഒരു വിഷയം കുറെ കൂടി പ്രാദേശികമായി തന്നെ എന്ന് പറയാവുന്ന അല്ലെങ്കിൽ മേഖലയിൽ കൂടുതലായി കോൺസെൻട്രേറ്റ് ചെയ്യുന്ന വിഷയങ്ങൾ ഉണ്ടാകാമെങ്കിലും ലോകരാഷ്ട്രങ്ങളുടെ ഇടപെടലുകളിൽ വലിയ ചലനങ്ങൾ ഉണ്ടാക്കാനുള്ള സാധ്യത നിലവിൽ കാണാനില്ല.